ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ETIOS ആണ്. ETIOS 2013 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഹെവി വൈബ്രേഷൻ. വണ്ടി നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ ഈ സ്റ്റിയറിങ്ങിലൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ വിറച്ചിട്ട് ഇങ്ങനെ വൈബ്രേഷൻ വന്നിട്ട് എന്താ പറയുക, ഈ ഫോണിൻ്റെ വൈബ്രേറ്ററൊക്കെ വരില്ല, നമ്മൾ കയ്യിൽ അമർത്തി പിടിക്കുമ്പോൾ ഒരു നല്ലൊരു വൈബ്രേഷൻ, ആ ഒരു വൈബ്രേഷൻ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ നിർത്തി വണ്ടി ഓടിക്കുമ്പോൾ ഷോക്ക് മൗണ്ടിൻ്റെ ആ ഒരു കടക്കുന്ന ഒരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ വാണിംഗ് ലൈറ്റ്, ABSൻ്റെ വാണിംഗ് ലൈറ്റും തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്തിട്ടില്ല വണ്ടി എടുത്തിട്ടുള്ള വർക്കിന്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. കസ്റ്റമർക്ക് ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ്. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനെ ഇൻഫോം ചെയ്തിട്ട് മാറാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് അപ്രൂവൽ അല്ല. എന്താണെന്നുണ്ടെങ്കിൽ വർക്ക് നോക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ റഫ് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ കാലിപ്പർ പിന്നിൻ്റെ സൗണ്ടും നമുക്ക് ഹെവി ആയിട്ട് കടകടാന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ആക്കണം. എൻജിൻ വൈബ്രേഷൻ നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ മൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ വൈബ്രേഷൻ വരുന്നത് തന്നെ. ആ മൗണ്ട് മാറിയാൽ തന്നെ വണ്ടിക്ക് പക്ക സ്മൂത്താവും. വണ്ടി കസ്റ്റമർ ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാകും. അതുപോലെ ക്ലച്ച് ചെറുതായിട്ട് റൈസല്ല ടൈറ്റ് ആകുന്നുണ്ട്. അത് കുഴപ്പമില്ല. അത് ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന തോന്നുന്നില്ല എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്ക്, മേജർ വർക്കുകൾ നമുക്ക് ആദ്യം ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ ചവിട്ടി എടുക്കുമ്പോൾ തന്നെ ബർ എന്നൊരു സൗണ്ടും ഇതിനകത്ത് ഹെവി ആയിട്ട് വരുന്നത്. വണ്ടി 84,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്ന വണ്ടി. പക്ഷേ കംപ്ലൈൻറ്റുകൾ ഒരുപാടുണ്ട്. നമുക്ക് 84 ജെന്യൂൺ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്തെല്ലാം അതിനകത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കംപ്ലൈൻറ്റ് പക്ക സോൾവ് ആയാലോ എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഹെവി ആയിട്ട് സൗണ്ട് ബ്രന്ന സൗണ്ട് നല്ലോണം വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. 2 ഷോക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്കിൽ ബാരിങ്ങിലാണ് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാരിങ് കിടക്കുന്ന സൗണ്ട്, അതുപോലെ കാലിപ്പർ പിന്നിൻ്റെ സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് ഇതിനകത്ത് പോയിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മൗണ്ട് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മൗണ്ട് ഇവിടെ ഹൈഡ്രോളിക് മൗണ്ട് പൊട്ടി നിൽക്കുകയാണ്. വേണ്ട, അങ്ങനെ വരുമ്പോഴാണ് ഈ കൂടുതൽ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരൊറ്റ മൗണ്ട് മാറിയാൽ മതി, വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വൈബ്രേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും, അറസ്റ്റാവും. മെയിനായിട്ട് വൈബ്രേഷൻ വരുന്നത് നമുക്ക് ഈ ഒരു മൗണ്ട് റൈറ്റ് സൈഡ് ഹൈഡ്രോളിക് മൗണ്ട് പോകുമ്പോഴാണ് ബോഡിയിലേക്ക് കൂടുതലായിട്ട് വൈബ്രേഷൻ വരുന്നത്. ബാക്കിലെ മൗണ്ട് പോയി നമുക്കൊരു ഇടുപ്പ് വരും. ലെഫ്റ്റ് സൈഡിലെ മൗണ്ട് പോയാലും ഒരു ഇടുപ്പും ചെറുതായിട്ടൊരു ഫീലിങ്ങേ വരുള്ളൂ. പക്ഷേ റൈറ്റ് സൈഡിൽ ഈ മൗണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഒരു വൈബ്രേഷൻ നല്ലവണ്ണം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു മൗണ്ട് മാത്രം മാറിയാൽ തന്നെ ഏകദേശം കംപ്ലീറ്റ് അതിൻ്റെ വൈബ്രേഷൻ ഫുള്ളായിട്ട് സോൾവ് ആവും. ETIOSൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 സ്റ്റഡ് കിറ്റ്, എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കിടക്കുന്നുള്ളൊരു സൗണ്ട് വന്നത് ആ സ്റ്റഡ് കിറ്റ് ഫുള്ളായിട്ട് പോയിട്ടാണ് ആ സൗണ്ട് വന്നത്. നമ്മൾ നിർത്തി വെച്ചിട്ട് തിരിക്കുമ്പോൾ പടക്കുന്ന ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കിറ്റ് മാറിയിട്ടുണ്ട്. അതോടുകൂടി ആ സൗണ്ടും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ തിരിക്കുമ്പോൾ യാതൊരു സൗണ്ടില്ല. മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹൈഡ്രോളിക് ബെഡ് പൊട്ടി നിൽക്കുമായിരുന്നു നേരത്തെ. അത് മാറ്റിയപ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ വേറെ ലെവലായി. ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ മൗണ്ടേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. വേറെ അടിയിലെ ഗിയർ ബോക്സ് ബെഡോ അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡുള്ള മൗണ്ടോ ഒന്നും മാറ്റിയിട്ടില്ല. ഹൈഡ്രോളിക് മൗണ്ട് മാത്രം മാറ്റിയിട്ടില്ല. ആ ഒരു മൗണ്ടിൽ തന്നെ നമുക്ക് നല്ലോണം വണ്ടി സ്മൂത്തായി. ഇനിയിപ്പോൾ അടുത്ത മൗണ്ടും കൂടെ 3 കൂടെ മാറ്റുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഈ കൈയൊക്കെ നമ്മൾ സ്റ്റിയറിങ്ങിൽ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ബ്രെന്ന് പറഞ്ഞിട്ട് നല്ലോണം കൈ കിടന്ന് വരയ്ക്കും. കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞാൽ കൈ ധരിക്കുക. ആ ഒരു ലെവലിലായിരുന്നു. എന്താ വെച്ചാൽ അത്രത്തോളം പൊട്ടിക്കിടക്കായിരുന്നു ഹൈഡ്രോളിക്കിൻ്റെ മൗണ്ട്. റൈറ്റ് സൈഡിലുള്ള മണി ഞാൻ കാണിച്ചില്ല. ആ മൗണ്ട് അത്രത്തോളം പൊട്ടിയത് കാരണമാണ് ആ ഒരു സൗണ്ട് അതിനകത്ത് വന്നുകൊണ്ടിരുന്നതെന്ന് തന്നെ. അത് പൂർണ്ണമായിട്ട് മാറ്റിയപ്പോൾ പൂർണ്ണമായിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിർത്തി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കുമ്പോഴാണ് നേരത്തെ സൗണ്ട് കിടുക്കെന്ന് പറഞ്ഞാൽ അതും പക്ക സോൾവ് ആയിട്ടുണ്ട്. പിന്നെ വേറെ കച്ചറ സൗണ്ടൊന്നും ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കട്ട് റൂട്ടിലേക്ക് പോകുമ്പോൾ കിടുകിടുകിടുന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് പോയതിൻ്റെ ഒരു സൗണ്ടാണ് ആ വന്നുകൊണ്ടിരുന്നത്. അതും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കാര്യമാണ്. നമ്മൾ മേജറായിട്ട് അങ്ങ് വലിച്ചു വാരി അങ്ങ് ചെയ്തിട്ടൊന്നുമില്ല. പോയ സാധനം മാത്രം മാറ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പക്ക ഓക്കെ തന്നെയാണ്. നേരത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടാക്സി വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി സമയം കൂടുതൽ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മാറ്റാം. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി വലിച്ചങ്ങ് മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല സാധനത്തിനെ പിടിച്ച് മാറ്റിയിട്ട് ഇട്ടിട്ട് കാര്യമില്ല.
അപ്പോൾ അതൊന്നും നമ്മൾ മാറ്റിയിട്ടുമില്ല. വേണ്ട സാധനങ്ങൾ മാത്രം 1-2 ഐറ്റം മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് റൈറ്റ് സൈഡ് ഒരെണ്ണം, പിന്നെ ബോണറ്റിൻ്റെ സ്റ്റേ കിട്ടിയിട്ടില്ല, എഞ്ചിൻ മൗണ്ട് ഹൈഡ്രോളിക് ഒരെണ്ണം, പിന്നെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, ഫ്രണ്ടിലെ സ്റ്റഡ് കിറ്റ്, പിന്നെ ബ്രേക്ക് ഓയിലും ബാറ്ററി വാട്ടറും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ വണ്ടി വേറെ ലെവലായി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് മാത്രമുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ABSൻ്റെ സെൻസറാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഹബ്ബോട് കൂടിയിട്ടാണ് അത് വരുന്നത്. ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8000 ആ റേഞ്ച് വരുന്നുണ്ട്. അത് അതർ ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അത് മാത്രം പെൻഡിങ്ങിൽ നിർത്തിയിട്ടുണ്ട് കസ്റ്റമർ. അത് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ പ്രഷർ സെൻസറിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടിന്യൂസ് കറണ്ടിലായിരുന്നു കിടന്നതെങ്കിലും കറണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ വയർ കട്ടോ കാര്യങ്ങളൊന്നുമല്ല, കപ്ലറിൽ വന്ന ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ ആ വാർണിംഗ് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ റെയിൽ പ്രഷറിൻ്റെ ആണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. പക്ഷേ വണ്ടി സ്റ്റാർട്ടിങ്ങുമാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കപ്ലറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റി ക്ലിയർ ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നവും ഫുള്ളായിട്ട് സോൾവ് ആയിട്ടുണ്ട്. വാർണിംഗ് ലൈറ്റ് ഒന്നുമില്ല. നേരത്തെ ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇടുമ്പോഴത്തേക്കും വീണ്ടും ആ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാർണിംഗ് ലൈറ്റ് പൂർണ്ണമായിട്ടും ഇതിനകത്തുനിന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ABSൻ്റെ മാത്രം ലൈറ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് കസ്റ്റമറുടെ അടുത്ത് പിന്നീടാണെങ്കിലും നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. എന്തായാലും ആ മൗണ്ട് മാറിയതോട് കൂടിയിട്ട് നമുക്ക് വണ്ടി മൊത്തത്തിൽ അങ്ങ് സൈലൻ്റായി. അപ്പോൾ എല്ലാ വണ്ടിയുടെയും മെയിനായിട്ടൊരു പാർട്ട് തന്നെയാണ് നമുക്ക് എഞ്ചിൻ ബെഡ് എന്ന് പറയുന്നത്. നമുക്ക് യാത്ര സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എഞ്ചിൻ ബെഡ്. എഞ്ചിനിൽ എന്ന് പറഞ്ഞാൽ നല്ലോണം വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. അത്രയും ഫോഴ്സിൽ അത്രയും ഫയറിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്കത് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള എഞ്ചിൻ മൗണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എഞ്ചിൻ്റെ വൈബ്രേഷൻ ബോഡിക്ക് കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാനും സുഖം ഉണ്ടാവുള്ളൂ, യാത്ര ചെയ്യാനും സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വന്നാലും നിങ്ങൾ നോക്കുക, മൗണ്ട് മാറ്റി വിടുക. കൂടുതലായിട്ട് നമുക്കിങ്ങനെ 5th ഗിയറിലൊക്കെ ഒരു 50, 45 ആ റേഞ്ചൊക്കെ വരുമ്പോഴായിരിക്കും മൗണ്ടിൻ്റെ വൈബ്രേഷൻ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അത് മാറ്റി വിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് പക്ക സോൾവ് ആവും. ഇതിലിപ്പോൾ വണ്ടി പക്ക ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.